അയാൾ വെളിപ്പെടുത്തിയതൊക്കെയും സത്യമെങ്കിൽ ഈ കുഴിച്ചിട്ടത് അത്രയും വെറും അസ്ഥികൾ മാത്രമല്ല, ഒരുപാട് ചോദ്യങ്ങൾ കൂടിയാണ്. 2025 ജൂലൈ 11 തന്റെ മധ്യവയസ്സിലേക്ക് ചൂടുവെക്കുന്ന ഒരു ദളിത് ശുചീകരണ തൊഴിലാളി കർണാടകയിലെ ബെൽതാങ്കടി കോടതിയിലെത്തി താൻ കുഴിച്ചെടുത്ത അസ്ഥികൂടങ്ങളുടെ അവശിഷ്ടങ്ങൾ തെളിവായി സമർപ്പിക്കുന്നു. 1998 മുതൽ 2014 വരെ താൻ കുഴിച്ചിട്ട അനേകം മൃതദേഹങ്ങൾ അയാളുടെ ഉറക്കം കെടുത്തിയപ്പോൾ പുറത്തു വന്നത് ധർമ്മസ്ഥലയിലെ സ്വാധീന ശക്തികൾ കുഴിച്ചുമൂടിയ ഒരു കൊലപാതക പരമ്പരയാണ്. 1995 ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായി അയാൾ ജോലി ആരംഭിക്കുന്നത്. അന്നു മുതൽ 2014 വരെ അയാൾ ധർമ്മസ്ഥലയിലും നേത്രാവതി പുഴയുടെ തീരത്തുമായി കുഴിച്ചിട്ടത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 100 കണക്കിന് മനുഷ്യരെയാണ്. എന്നാൽ ഈ മൃതദേഹങ്ങളൊന്നും സ്വാഭാവിക മരണങ്ങളായിരുന്നില്ല, മറിച്ച് ധർമ്മസ്ഥലയുടെയും ക്ഷേത്രത്തിന്റെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരും നടത്തിയ ബലാത്സംഗ കൊലപാതകങ്ങളും തങ്ങളുടെ ആജ്ഞകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചവരുടെ മൃതദേഹങ്ങളുമായിരുന്നു എന്നാണ് അയാൾ വെളിപ്പെടുത്തുന്നത്. ആരാണ് ഈ അധികാര കേന്ദ്രങ്ങൾ? ജൈന വിഭാഗത്തിൽപ്പെട്ട വീരേന്ദ്ര ആണ് ക്ഷേത്രാധികാര ബോർഡിലെ പ്രധാനി. രാജ്യം പത്മവിഭൂഷൺ നൽകിയ കേന്ദ്ര ഗവൺമെന്റിന്റെ നോമിനിയായി രാജ്യസഭയിലെത്തിയ ആളാണ് വീരേന്ദ്ര ഹെഗ്ഡെ എന്നറിയുമ്പോഴാണ് ധർമ്മസ്ഥലയിൽ അയാൾക്കും അയാളുടെ കിങ്കരന്മാർക്കും എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് തിരിച്ചറിയപ്പെടുന്നു. ഈ വെളിപ്പെടുത്തൽ ജനം ഉറ്റുനോക്കുന്ന 2 കേസുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് സൗജന്യ എന്ന പെൺകുട്ടിയുടെ ബലാത്സംഗ കൊലപാതകമാണ്. ദക്ഷിണ കർണാടകയെ ആകെ ഇളക്കിമറിച്ച ഒരു കേസായിരുന്നു 2012 നടന്ന ഈ കൊലപാതകം. സർക്കാർ സംവിധാനങ്ങൾ ആകെ തന്നെ വേട്ടക്കാരനെ സംരക്ഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ പോലീസ് ഈ കേസിൽ സന്തോഷ് റാവു എന്നയാളെ അറസ്റ്റ് ചെയ്യുകയും ഇയാളെ പിന്നീട് കോടതി 2023 കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. ഈ പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സൗജന്യയ്ക്കും നീതി ലഭിക്കുമെന്ന പ്രത്യാശയിലാണ് സൗജന്യയുടെ കുടുംബമുള്ളത്. രണ്ടാമത്തേത് മണിപ്പാലിൽ ആദ്യവർഷ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന അനന്യ ഭട്ടിന്റെ തിരോധാനമാണ്. 2003 ധർമ്മസ്ഥലയിലാണ് അനന്യയെയും അവസാനമായി കാണുന്നത്. CBIയിൽ സ്റ്റെനോഗ്രാഫറായിരുന്ന അനന്യയുടെ അമ്മ ഇന്നും തന്റെ മകൾക്കായി ധർമ്മസ്ഥലയിലെ സർക്കാർ സംവിധാനങ്ങളുടെ പടിക്കൽ കാത്തു നിൽക്കുകയാണ്. ഇതുപോലെ കുഴിച്ചുമൂടപ്പെട്ടവരിൽ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികൾ വരെയുണ്ട് എന്ന് മനസ്സ് മരവിച്ചു പോകുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന വസ്തുത എന്തെന്നാൽ ഒരു കുറ്റം പുറത്തുവന്ന് ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കർണാടക ഗവൺമെന്റ് ഇതിൽ നടത്തുന്ന മെല്ലെപ്പോക്കാണ്. ബലാത്സംഗം പോലെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അക്രമങ്ങൾ കാലതാമസം കൂടാതെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചട്ടങ്ങളെ നോക്കുകുത്തിയാക്കി നിർത്തിയാണ് ഒരു ജനാധിപത്യ ക്രമത്തിലൂടെ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് ഇപ്രകാരം അലംഭാവം കാണിക്കുന്നത്. എന്തൊക്കെ മണ്ണിനടിയിൽ മറഞ്ഞിരിക്കണമെന്നത് ആരാണ് തീരുമാനിക്കുന്നതെന്നും നീതിയും ന്യായവും അപഹരിക്കപ്പെട്ടാൽ ഇരയ്ക്ക് വേണ്ടി ആരാണ് ശബ്ദിക്കുക എന്നുമുള്ള ഒട്ടനവധി ചോദ്യങ്ങളാണ്. ഇതിന്റെ പുറകിലുള്ള യഥാർത്ഥ കഥ പുറത്തു വരുന്നതുവരെ ധർമ്മസ്ഥലയുടെ മണ്ണിനടിയിൽ മറഞ്ഞുപോയ ഓരോ ജീവിതങ്ങളും ആ കുഴിമാടങ്ങളിലെ ചോദ്യങ്ങളും നമ്മളെ അസ്വസ്ഥരാക്കിക്കൊണ്ടേയിരിക്കും.